ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമ ചിത്തിനി തുടക്കം മുതൽ ഒടുക്കം വരെ തലയ്ക്ക് കൈവച്ചുകൊണ്ട് കണ്ടു തീർക്കേണ്ടി വരുന്ന ഒരു സിനിമയാണ്. കുറച്ചു കാലം മുമ്പ് കടുകട്ടി വാക്കുകൾ കൊണ്ട് ഡയലോഗ് എഴുതി ട്രോൾ വാങ്ങിക്കൂട്ടിയ ഒരു ഷോർട്ട് ഫിലിം ഓർമ്മയില്ലേ? പുണ്യജന്മങ്ങൾക്ക് ലഭിക്കുന്ന പൂർവ്വജന്മ സാഫല്യമാണ് നന്മയുടെ വിളനിലമായ നമ്മുടെ മകൻ. ആ ഷോർട്ട് ഫിലിമൊക്കെ ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേ മീറ്ററിലുള്ള ഡയലോഗുകളാണ് ചിത്തിനിയിലെ ആകെ മൊത്തം. ഔട്ട്ഡേറ്റഡായ ഒരു പ്രേത പ്രതികാര കഥ കാണുന്നവന് ചിരി അടക്കാൻ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ എടുത്തു വെച്ച ഈ പടം റിവ്യൂ ചെയ്യുന്നതിനേക്കാൾ റോസ്റ്റ് ചെയ്യാൻ പാകത്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടി വയനാട്ടിലേക്ക് വരുന്ന CI അലനും അയാളുടെ ഗർഭിണിയായ ഭാര്യ സീതയുമാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ചാർജ് എടുത്ത പാടെ തന്നെ ഒരു ഗർഭിണിയുടെ കൊലപാതകമാണ് അലൻ ഡീൽ ചെയ്യുന്നത്. അന്വേഷണത്തിൽ നാട്ടുകാരെല്ലാവരും അത് പണ്ട് മരിച്ചുപോയ ചിത്തിനി എന്ന തമിഴ് പെൺകുട്ടിയുടെ ആത്മാവ് ചെയ്ത പണിയാണെന്ന പോലെ സംസാരിക്കും. ചിത്തിനി ആരാണ്, എങ്ങനെ മരണപ്പെട്ടു എന്നതൊക്കെ അറിയാൻ അലൻ നടത്തുന്ന ഒരു യാത്രയാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. കഥ ഇന്നുവരെ കപ്പ് ദൈപ്പ ചിത്തിനി. അവനവൻ എഴുതിയിട്ടുള്ള ഡയലോഗുകൾ ആർട്ടിസ്റ്റുകൾ ഒരു കുത്തോ കോമയോ മാറാതെ പറയണം എന്ന് ശാഠ്യം പിടിക്കുന്ന സംവിധായകരുടെ എണ്ണം കൂടുന്നത് പോലെയാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. ലിസ്റ്റിൽ ഞാൻ പറഞ്ഞ മറ്റു 2 പടങ്ങളിൽ ഡയലോഗുകൾ ഒരു കല്ലുകടിയാണെങ്കിൽ ചിത്തിനിയിലേക്ക് വരുമ്പോൾ അത് ഓൾമോസ്റ്റ് അൺഇൻറ്റൻഷണൽ കോമഡിയായി മാറുന്നുണ്ട്. കിടക്കുന്നതിന് മുന്നേ ഭാര്യയോട് അലൻ സീരിയസ് ആയി സംസാരിക്കുമ്പോൾ അമ്മായിയപ്പനെ മഹാമാന്ത്രികനായ നിന്റെ അച്ഛൻ എന്നൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ കാര്യമായിട്ട് തന്നെയാണോ പറഞ്ഞത് അതോ ഭാര്യയെ കളിയാക്കി വിട്ടതാണോ എന്ന് അങ്ങോട്ട് ചോദിക്കാൻ തോന്നിപ്പോകും. ചിലർ സ്പോയിലറാണ്. പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഭരതനാട്യവും കളരിപ്പയറ്റും മിക്സ് ചെയ്തൊരു ഫൈറ്റ് ഉണ്ട്. മാസാക്കാൻ വേണ്ടി എടുത്തതാണെങ്കിലും നല്ല കോമഡി ആയിട്ടുണ്ട് എന്ന് അങ്ങോട്ട് പറയാൻ തോന്നുന്ന ടൈപ്പ് പരിപാടിയായിരുന്നു അത്. എഴുത്തിലും മേക്കിങ്ങിലും പരിതാപകരമായ ഈ സിനിമയിൽ അഭിനയിച്ചവരോട് നമുക്ക് അങ്ങോട്ട് സഹതാപം തോന്നിപ്പോകും. ആഴ്ചപ്പതിപ്പിൽ വരുന്ന പൈങ്കിളി നോവലിലുള്ള ടൈപ്പ് ഡയലോഗ്സ് പറഞ്ഞു ഫലിപ്പിക്കാൻ അമിത് ചക്കാലക്കൽ നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട്. അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രം എക്സൈറ്റിംഗ് എന്നൊക്കെ ഡയലോഗ് പറയുന്നുണ്ടെങ്കിലും ഈ സിനിമ എന്തിനു സൈൻ ചെയ്തു എന്നോർത്ത് വിഷമിക്കുന്ന വിനയ് ഫോർട്ടിനെയാണ് പടത്തിൽ മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ഇതിനു മുന്നേ സംവിധാനം ചെയ്ത കള്ളനും ഭഗവതിയും എന്ന സിനിമയിൽ ഭഗവതിയായി വേഷമിട്ട മോക്ഷയാണ് ഇതിലെ നായിക. കാണാനുള്ള ഭംഗിയും ഡാൻസും മാറ്റി നിർത്തിയാൽ അഭിനയം അതിനാടകീയമാണ്. അവർക്ക് വേണ്ടി ഡബ്ബ് ചെയ്ത രവീണ രവിയോട് സത്യം പറഞ്ഞ സങ്കടം തോന്നിപ്പോയി. വിപ്രണാശം ലെവൽ ഡയലോഗുകൾ കേൾക്കാൻ സെൻസിബിൾ ആക്കുന്നത് തന്നെ ഒരു ടാസ്ക്കാണ്. അതിൻ്റെ കൂടെ ഒട്ടും ലിപ്സിംഗ് ഇല്ലാത്ത നായികയുടെ പെർഫോമൻസും. രവീണ രക്ഷപ്പെടുത്തിയെടുക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സംവിധായകൻ്റെ ഡയലോഗുകളും നായികയുടെ ചുണ്ടുകളും ഒട്ടും സഹകരിക്കാത്തതുകൊണ്ട് സംഭവം പാളിപ്പോയി. ജോണി ആൻ്റണി സ്ഥിരം കോമാളിക്കളികളില്ലാത്തൊരു ക്യാരക്ടറായിട്ട് പടത്തിലുണ്ട്. അതുപോലെ തന്നെ നടൻ സുധീഷിനും കഥയിൽ പ്രാധാന്യമുള്ളൊരു റോള് കിട്ടിയിട്ടുണ്ട്. ആരതി നായർ തനിക്ക് കിട്ടിയ കഥാപാത്രത്തിനുള്ള ഡയലോഗുകൾ പറയാൻ നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട്. പുള്ളിക്കാരിയുടെ എല്ലാ സീനുകളും വിനയ് ഫോർട്ടിനെ പോലെ ഒരു നല്ല ആർട്ടിസ്റ്റിൻ്റെ കൂടെ ആയതുകൊണ്ട് പെർഫോമൻസ് എത്രത്തോളം മോശമാണെന്ന് എളുപ്പം മനസ്സിലാവും. കാണാനുള്ള ഭംഗിയല്ലാതെ നേരാവണ്ണം ഒന്ന് പേടിപ്പിക്കാൻ പോലും എനാക്ഷി ഗാംഗുലിക്ക് പറ്റാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ഫിഷ് ഐ ലെൻസൊക്കെ ഇട്ടാണ് ആളുകളെ പേടിപ്പിക്കുന്നത്. ഞാൻ ഇവോൾവ് ഒന്നും ചെയ്യില്ല, പഴകിയ ഐറ്റം തന്നെ കൊടുത്തുകൊണ്ടിരിക്കും എന്നൊരു സംവിധായകൻ ധാർഷ്ട്യത്തോടെ പറയുന്ന പോലെയാണ് ഈ സിനിമ. ഈ 70കളിലും 80കളിലും ഒക്കെ ഇറങ്ങിയ എസ്റ്റേറ്റ്, ബംഗ്ലാവ്, പ്രേതകഥകൾ റഫറൻസ് കൊടുത്ത് AI ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റാണ് ഈ സിനിമയ്ക്കുള്ളത്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സിനിമ ആയതുകൊണ്ട് ക്രിഞ്ചടിപ്പിക്കുന്ന പാട്ടും ഡാൻസും ആവശ്യത്തിനുണ്ട്. തൻ്റെ മകളോട് കൊഞ്ചിക്കുഴയുന്നത് കണ്ടിട്ട് ജോണി ആൻ്റണി ചെയ്ത കഥാപാത്രം വിനയ് ഫോർട്ട് ചെയ്ത കഥാപാത്രത്തോട് ചൂടാകുന്ന സീന് കണ്ടാൽ 21ാം നൂറ്റാണ്ടിലേക്ക് പെട്ടെന്ന് ഓടി വരാൻ എഴുതി വെച്ചവരോട് പറയാൻ തോന്നിപ്പോകും. ഡ്രോൺ ഷോട്ടുകളും ഫിഷ് ഐ ലെൻസും ഒക്കെ വെച്ച് കാട്ടിക്കൂട്ടിയ കുറേ ഗിമ്മിക്കുകൾ നിറഞ്ഞതാണ് സിനിമാറ്റോഗ്രാഫി. സംവിധാനവും എഴുത്തും നിർമ്മാണവും എല്ലാം ഒരാൾ തന്നെയാകുമ്പോൾ ജഡ്ജ്മെൻറ്റ് കിട്ടാതെ ഉണ്ടാക്കിയ സിനിമ മഹത്തരമാണെന്നൊരു ഡിലൂഷൻ ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഉദ്ദേശിച്ചത് ഹൊറർ ഡ്രാമയാണെങ്കിലും ഈ ബിഗ് ബഡ്ജറ്റ് വിപ്രണാശം അൺഇൻറ്റൻഷണൽ ഹൊറർ കോമഡിയായി മാറിയിട്ടുണ്ട്.